ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മഡ്ഡുകിറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിന്റെ റിവ്യൂലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് നല്ലൊരു അടിപൊളി ഒരു സീനുണ്ട്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ആഗ്രഹിച്ച, അതായത് നമ്മൾ ഏറെ ആഗ്രഹിക്കുന്ന ഒരു സംഭവം ഇന്നത്തെ എപ്പിസോഡിൽ നടക്കുന്നുണ്ട്. കുറച്ച് അധികം ദിവസങ്ങളായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ ശംഖുചക്രത്തിൽ ഓരോരുത്തർക്കായിട്ടുള്ള മരുന്ന് നമ്മൾ അഞ്ജലി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഫുഡ് ഓർഡർ ചെയ്തപ്പോൾ അതുമായി ബന്ധപ്പെട്ട് രാഘവന് കൊടുത്തു. അതിന് മുമ്പേ അനുപമയ്ക്ക് കൊടുത്തു. ഇനി നന്ദിനിക്കും ഇന്ദുവിനും കുറച്ച് മരുന്നിന്റെ ആവശ്യമുണ്ട്. ആ ഒരു മരുന്ന് ഇന്ന് നമ്മുടെ അഞ്ജലിക്കുട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നല്ലൊരു സീനായിരുന്നു അത്. എന്താണെങ്കിലും അതിന്റെ കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കണ്ടതുപോലെ അമ്പാടി ഹെവി സീനാണ്. ആദ്യം കഴിഞ്ഞ വീക്കെൻഡിൽ നമ്മൾ കണ്ടതാണ്. അമ്പാടി വരികയും അർജുനോട് തട്ടിക്കയറുന്നുണ്ട്. പന്മ കേസ് ഒഴിയണം, ആ വക്കാലത്ത് ഒഴിഞ്ഞു എന്ന് എഴുതി ഒപ്പിട്ട് തന്നേ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അർജുൻ വിചാരിക്കുന്നത്, എന്താണ് അമ്പാടിക്ക് പറ്റിയത്? അമ്പാടി, നിനക്ക് എന്താടാ പറ്റിയത്? എനിക്ക് കൂടുതലൊന്നും കേൾക്കണ്ട. പന്മ കേസ് ഒഴിയണം, അഡ്വക്കേറ്റ് അഞ്ജലി ഒഴിയണം. നിങ്ങളുടെ ജീവിതം നല്ലതാക്കിയല്ലോ, നിങ്ങളുടെ കാര്യം സേഫായി. പക്ഷെ എൻ്റെ പന്മക്കുട്ടിയാണ് പെട്ടുപോയത്. എന്താണെങ്കിലും നിങ്ങൾ വക്കാലത്ത് ഒഴിഞ്ഞ് തന്നേ പറ്റൂ അഡ്വക്കേറ്റ് അഞ്ജലി. അപ്പൊ അങ്ങനെ അമ്പാടി ഹെവി സീൻ നടത്തുന്ന സമയത്ത് നമ്മുടെ അഞ്ജലിക്കുട്ടി കയറി വരും. അപ്പൊ അഞ്ജലി വളരെ സന്തോഷത്തോടെ അമ്പാടി എന്ന് ഓടി വരും. അപ്പത്തേനും അമ്പാടി കലിപ്പടിക്കും. വേണ്ട, ഒന്നും പറയണ്ട അഡ്വക്കേറ്റ് അഞ്ജലി, വേഗം തന്നെ വക്കാലത്ത് എഴുതി, അതായത് ഒഴിഞ്ഞു വന്ന് എഴുതി, സ്വന്തം ലെറ്റർ പാഡിൽ എഴുതി ഉടനെ തന്നെ തരണം. ഇവിടെ പാവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വേറെ വക്കീലുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. അമ്പാടി എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് നമ്മുടെ അഞ്ജലി വിചാരിക്കും. അഞ്ജലി പറയും, അമ്പാടി നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, എന്താ അങ്ങനെയൊക്കെ പറയുന്നത് പറയും. വേറൊന്നുമല്ല അഞ്ജലി, നിങ്ങൾ ജീവിതം തുടങ്ങിയ പിന്നെ എത്രയോ തവണ പന്മ നിങ്ങളെ വിളിച്ചു. ഒരു തവണയെങ്കിലും അഞ്ജലിക്ക് ഫോൺ എടുക്കാൻ പറ്റിയോ? അഞ്ജലി അങ്ങോട്ട് വിളിച്ചില്ല, തിരിച്ചു വിളിച്ചപ്പോൾ എടുത്തതുമില്ല. അപ്പോ ഈ ഒരു കേസിലേക്ക് പന്മയെ കൊണ്ട് ചാടിച്ചത് തന്നെ അഞ്ജലി. എന്നിട്ട് ഇപ്പോൾ അവളോട് ഒരു ഉത്തരവാദിത്തം പോലും കാട്ടുന്നില്ല. എന്താണെങ്കിലും പന്മ കേസ് ഒഴിഞ്ഞേ പറ്റുള്ളൂ. എന്താണെങ്കിലും ആ ലെറ്റർ പാഡിൽ എഴുതി ഇങ്ങ് തരണം, ഈ വക്കാലത്ത് ഒഴിഞ്ഞു എന്ന്. ആ മടത്തിൽ കൊണ്ടുപോയി പന്മേനെ വിട്ടിട്ട് നിങ്ങൾ ആരെങ്കിലും വിളിച്ച് അവളെ അന്വേഷിക്കുക പോലും ചെയ്യുന്നില്ലല്ലോ. അങ്ങനെ അമ്പാടി മൊത്തത്തിൽ കലിപ്പടിക്കാണ് കേട്ടോ. അപ്പൊ ഇതെല്ലാം കണ്ട് ആസ്വദിക്കുന്നുണ്ട് അനുപമ. അനുപമയ്ക്ക് വളരെ സന്തോഷമാകും. അഞ്ജലിക്കെതിരെ എന്ത് നടന്നാലും ഭയങ്കര സന്തോഷമാണല്ലോ അനുപമയ്ക്ക്, അല്ലെ? അങ്ങനെ അമ്പാടി കുറെ സീനൊക്കെ ഉണ്ടാക്കും. പക്ഷെ അപ്പോഴൊന്നും കൺവിൻസ് ചെയ്യാൻ നോക്കിയിട്ട് അഞ്ജലിയും അർജുനൊക്കെ കൺവിൻസ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഒരു രീതിയിലും അടങ്ങുന്നില്ല അമ്പാടി. അമ്പാടി അങ്ങനെ കലിപ്പടിച്ച് തിരിച്ചു പോകും കേട്ടോ. വളരെ സീരിയസ് ആയിട്ടാണ് അമ്പാടി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. പന്മ കേസിൽ ഇനി വേണ്ട, അഞ്ജലി വേണ്ട എന്ന് ഉറപ്പിച്ച് പറയുന്ന രീതിയിൽ. അങ്ങനെ അമ്പാടി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകുന്നതിന് ഭയങ്കര വിഷമാകും നമ്മുടെ അഞ്ജലിക്ക്. അപ്പൊ അർജുൻ അഞ്ജലിയുടെ അടുത്തേക്ക് വന്നിട്ട് പറയും, അഞ്ജലി, ഈ ഒരു കേസിൽ, പന്മ കേസിൽ, ഈ സംഭവത്തിൽ പന്മയെ കൊണ്ട് ചാടിച്ചത് അഞ്ജലി തന്നെയാണ്. അഞ്ജലി ഇങ്ങനെ ചെയ്യുന്ന ഒട്ടും ശരിയല്ല. അങ്ങനെ അർജുൻ പറയും. മുത്തശ്ശിയും പറയും, മോളെ, അമ്പാടി എന്ന് പറഞ്ഞതിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നിനക്കറിയാലോ, അവൾക്ക് വേറെ ആരുമില്ല കാര്യങ്ങളൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട്. അവൻ പറഞ്ഞ ചില സംഭവങ്ങളുണ്ട്, അതിലൊരു ശരികേടുണ്ട് മോളെ. നീ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യണം മോളെ. നിനക്കറിയാലോ, ഈ മൂക്കിന്റെ തുമ്പത്തിരുന്ന് അഡ്വക്കേറ്റ് രാഘവനുണ്ണിയുടെ മൂക്കിന്റെ തുമ്പത്തിരുന്ന് നിനക്ക് കേസ് വാദിക്കാൻ എത്രത്തോളം പറ്റുമെന്ന് അറിയില്ല. എന്താണെങ്കിലും മോൾ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ മുത്തശ്ശിയും പറയാണ് കേട്ടോ. അപ്പൊ ആ ഒരു കാര്യം ഇങ്ങനെ അഞ്ജലി ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ അഞ്ജലിയുടെ ഒരു കാര്യം പറഞ്ഞില്ല, അഞ്ജലി നല്ലൊരു അടിപൊളി സംഭവം ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ട് എന്ന്. പക്ഷെ അതുപോലെ തന്നെ പ്രാധാന്യമുള്ള വേറൊരു വലിയ സംഭവമാണ്, അതിനപ്പുറം പ്രാധാന്യമുള്ള ഒരു സംഭവം ഇന്നത്തെ എപ്പിസോഡിൽ നടക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ നിങ്ങളോട് ആദ്യം പറയാനായിട്ട് വിട്ടുപോയി. അത് വേറൊന്നുമല്ല, ഇന്ന് ആര്യ ഒരു സ്റ്റുഡിയോയിൽ, മെലഡി സ്റ്റുഡിയോയിൽ പാട്ട് പാടാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ കുഞ്ഞപ്പനും ആര്യക്കുട്ടിയും കൂടിയാ പോകുന്നത്. അവിടെ ചെന്ന് അവരിറങ്ങും. അത് കഴിഞ്ഞിട്ട് ആര്യനെ വീൽ ചെയറിൽ പുറത്ത് ഇരുത്തിയിട്ട് കുഞ്ഞപ്പനകത്ത് മെലഡി സ്റ്റുഡിയോയിലെ ആളെ നോക്കാനായിട്ട് പോകുന്ന ഒരു സമയത്ത് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ ലോക്ക് ഇടാൻ മറന്നു പോകും വീൽ ചെയറിന്റെ കേട്ടോ. ആ വീൽ ചെയറിന്റെ ലോക്ക് ഇടാൻ മറന്നു പോകും. ഇത് ഒരു ഇറക്കമുള്ള ഒരു സ്ഥലത്തായിരുന്നു. പെട്ടെന്ന് അങ്ങ് വീൽ ചെയർ അങ്ങ് ഉരുണ്ടു പോകും കേട്ടോ. അപ്പൊ ഈ സീനാകും. അപ്പം ആര് വീഴുമെന്ന് നമ്മളെല്ലാവരും വിചാരിക്കുന്നത്. ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്. കുഞ്ഞപ്പനെ തിരിച്ച് ഓടി വന്ന് പിടിച്ചു നിർത്താനുള്ള ഒരു ടൈം കിട്ടിയില്ല. അങ്ങനെ ഹെവി സീനായിട്ട് പോകുന്ന സമയത്ത് ഒരു ദൈവദൂതനെ പോലെ നമ്മുടെ അർജുനെ രക്ഷിക്കാൻ വന്നതുപോലെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ പാർത്ഥസാരഥി അവിടെ വരികയാണ് കേട്ടോ. പാർത്ഥസാരഥി അവിടെ ഉണ്ടായിരുന്നു. പാർത്ഥസാരഥി കണ്ടപ്പോൾ വരുന്നു വീൽ ചെയറിൽ ഒരാള്. അങ്ങനെ പാർത്ഥസാരഥി പിടിച്ചു നിർത്തും. അപ്പൊ പിടിച്ചു നിർത്തുന്ന സമയത്ത് ആര്യയും പാർത്ഥസാരഥിയും തമ്മിൽ ഇങ്ങനെ നോക്കുകയാണ്. ആദ്യ ഒരു കാഴ്ചയിൽ തന്നെ അവർ തമ്മിലൊരു ഭയങ്കരമായ ഒരു ബോണ്ടിങ് അങ്ങോട്ട് വരുവാണ് കേട്ടോ. ആ ഒരു ആദ്യ കാഴ്ചയിൽ തന്നെ. അപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് ആയിപ്പോയി. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ ആലോചിച്ചിരുന്നു,
ഈ പാർത്ഥസാരഥി ഇനി വരുമായിരിക്കും എന്നൊക്കെ മുമ്പ് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി അർജുന്റെയും അഞ്ജലിയുടെയും ജീവിതത്തിൽ പല സ്ഥലങ്ങളിലായിട്ട് പാർത്ഥസാരഥിയുടെ ഒരു പ്രസൻസ് ഉണ്ടാവും, അവർക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടും. അങ്ങനെ ഞാൻ മുമ്പ് പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു സംഭവം ഇന്നും വീണ്ടും നടക്കുകയാണ്. അങ്ങനെ പാർത്ഥസാരഥിയും ആര്യയും തമ്മിലൊരു ബോണ്ടിങ് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ച ഒരു കാര്യമല്ല കേട്ടോ. പക്ഷെ ആ ഒരു സംഭവം ഇന്ന് നടക്കുകയാണ്. അങ്ങനെ അവർ തമ്മിൽ പരിചയപ്പെടും. അപ്പോൾ ഈ പാർത്ഥസാരഥിയുടെ മുഖത്തുനിന്ന് നമ്മുടെ ആര്യക്ക് കണ്ണെടുക്കാനേ തോന്നുന്നില്ല. പാർത്ഥസാരഥിക്കും അതുപോലെ തന്നെ കേട്ടോ. അങ്ങനെ പാർത്ഥസാരഥി നമ്മുടെ ആര്യനെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. പാർത്ഥസാരഥിയുടെ മനസ്സിൽ എന്തൊക്കെയോ പോകുന്നുണ്ട്. അത് എന്താണെന്ന് എനിക്കറിയില്ല. ഇഷ്ടമായിരിക്കും, അല്ലാതെ പിന്നെ എന്താണല്ലേ. അങ്ങനെ പാർത്ഥസാരഥി ഒരു പ്രണയം നിറഞ്ഞ കണ്ണുകളോട് കൂടിയിട്ട് ആര്യനെ നോക്കുന്ന ഒരു സീൻ ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ട്. അപ്പൊ അവര് തമ്മിലൊരു ബോണ്ട് ഇങ്ങനെ വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല കേട്ടോ. എന്താണെങ്കിലും നല്ലൊരു സംഭവമായിപ്പോയി ഇന്നത്തെ എപ്പിസോഡിലെ. എന്താണെങ്കിലും ഈ ഒരു സീൻ ശേഷം ഏറ്റവും അവസാനത്തെ സീനുകൾ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മുടെ അഞ്ജലിക്കുട്ടി. നമുക്കറിയാം, അമ്പാടി രാവിലെ വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാലോ. കേസിന്റെ ഫയല് പോലും അഞ്ജലിയുടെ അടുത്തില്ല എന്ന് ആ ഒരു സമയത്ത് അമ്പാടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ കേസിന്റെ ഫയൽ എടുക്കാനായിട്ട് എനിക്ക് തോന്നുന്നു അഞ്ജലിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അഞ്ജലി അങ്ങനെ നടന്ന് പോകുമ്പോൾ പുറകിൽ നിന്ന് നന്ദിനി വിളിക്കുകയാണ്, എടി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. നമ്മുടെ അഞ്ജലി നിൽക്കും. പക്ഷെ അഞ്ജലിക്ക് അറിയാം ഇതൊക്കെ സംഭവിക്കും എന്നുള്ളൊരു കാര്യം അഞ്ജലി മുൻകൂട്ടി കണ്ടിരുന്നു. അപ്പൊ വളരെ കോൺഫിഡൻസോട് കൂടിയിട്ട് നമ്മുടെ അഞ്ജലി തിരികെയാണ്. അഞ്ജലിയുടെ ഒരു നിൽപ്പ് കണ്ടപ്പോൾ തന്നെ ഒരു പകുതി ജീവൻ നന്ദിനിയുടെയും ഇന്ദുവിന്റെയും പോയി കേട്ടോ. എന്നിട്ട് നന്ദിനി ഉള്ള ധൈര്യം സംഭരിച്ച് പറയുകയാണ്, എടി നീ ഇത് എങ്ങോട്ടാ രാവിലെ തന്നെ കുറ്റിയും പറിച്ച് എങ്ങോട്ടാ നീ പോകുന്നത്? അയ്യോ നന്ദിനി മേഡം, ഞാൻ കുറ്റിയും പറിച്ചു പോകാൻ ഒരു ആടോ പശു ഒന്നുമല്ല എൻ്റെ നന്ദിനി മേഡം. ഞാനൊരു വെൽ ഗ്രൗൺ ഒരു അഡ്വക്കേറ്റ് ആയിട്ടുള്ള അഞ്ജലിയാണ്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോകും. അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോകാനായിട്ടൊന്നും പറ്റത്തില്ല. രാഘവൻ ചേട്ടൻ പറഞ്ഞിരിക്കും നിന്നെ പുറത്ത് വിടരുന്നതാണ്. നീ ഇവിടെ അടുക്കളയിലൊരു അടുക്കളക്കാരിയായിട്ട് കഴിഞ്ഞോണം. നീ പുറത്തു പോകാൻ പാടില്ല. അങ്ങനെ പുറത്തു പോയി കഴിഞ്ഞാൽ നീ ഇങ്ങോട്ട് വരണ്ട. നീ ആരെയും പുറത്ത് പോവുകയും വേണ്ട, കാണുകയും വേണ്ട, സംസാരിക്കുകയും വേണ്ട. നിന്റെ സ്ഥാനം ഇവിടെ അടുക്കളയിൽ മാത്രമാണ് അഞ്ജലി. ഈ ഒരു സംഭവം കേൾക്കുന്നത് വളരെ പുച്ഛത്തോടു കൂടി നമ്മുടെ അഞ്ജലി പറയാണ്, ഓ മാഡം എന്തൊക്കെയായി കിടന്ന് പറയുന്നേ. ഞാൻ അഡ്വക്കേറ്റ് അഞ്ജലി എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോകും, ഇഷ്ടമുള്ളവരെ കാണും, ഇഷ്ടമുള്ളവരോട് സംസാരിക്കും. അതിനാരുടെ സമ്മതി ഈ അഡ്വക്കേറ്റ് അഞ്ജലിക്ക് ആവശ്യമില്ല. അങ്ങനെ ഇവിടെ കെട്ടിയിടാന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് മനസ്സിലങ്ങ് വെച്ചേരെ കേട്ടോ. അങ്ങനെ ആകെ നാണം കെട്ടി നിൽക്കുകയാണ് ഇന്ദുവും നന്ദിനിയും കേട്ടോ. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മുടെ ചെറുമക്കളൊക്കെ അവിടെ ഉണ്ട്. അവര് പറയുന്നുണ്ട്, ഓ ഇന്ന് അഞ്ജലി ചേച്ചി നല്ല ഫോമിലാണല്ലോ, നല്ല കസറുന്നുണ്ടല്ലോ എന്നൊക്കെ പറയും. അങ്ങനെ ഹെവി സീൻ നടക്കുകയാണ് നന്ദിനിയും ഇന്ദുവും നമ്മുടെ അഞ്ജലിയും തമ്മിൽ. പക്ഷെ അഞ്ജലി വളരെ കോൺഫിഡൻസ് ആണ്. അഞ്ജലി പറയും, ഞാൻ പോവുക തന്നെ ചെയ്യും, എന്നെ ആരും തടയാൻ വേണ്ടി നിൽക്കണ്ടെന്ന് പറയും. അപ്പൊ നന്ദിനി പറയും, നീ പോണെങ്കിൽ പൊക്കോ, പക്ഷെ നീ വീട്ടിൽ നിന്ന് പോയാൽ തിരിച്ച് ശംഖുചക്രത്തിലേക്ക് വരാമെന്ന് നീ കരുതരുത്. അങ്ങനെ നന്ദിനി നമ്മുടെ അഞ്ജലിക്കുട്ടിയോട് പറയാണ് കേട്ടോ. അഞ്ജലി അതിനു മുമ്പ് പറയുന്നുണ്ട്, ഈ ശംഖുചക്രത്തില് രാഘവന്റെ മകൻ എന്റെ കഴുത്തിൽ താലി കെട്ടി എന്ന് വിചാരിച്ച് എന്നെ ഇവിടെ കെട്ടിയിടാന്ന് ആരും വിചാരിക്കണ്ട. അങ്ങനെ ഒരു വ്യാമോഹം ആരുടെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെച്ചേരെന്നും ഇതിനിടയിൽ അഞ്ജലി പറയുന്നുണ്ട്. അപ്പോ നന്ദിനി ഉറച്ച തീരുമാനത്തിലാണ്, അഞ്ജലി എന്താണെങ്കിലും വിടത്തില്ല. അതായത് വിട്ടു കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലേക്ക് അഞ്ജലി വരണ്ട, അങ്ങനെ ഒരു തീരുമാനത്തിലാണ് നന്ദിനി ഉള്ളത് കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡൊക്കെ തീരുന്നത്. എന്താണെങ്കിലും കാത്തിരുന്ന എപ്പിസോഡ് കാണുക. ഈവനിങ്ങിൽ നമ്മൾ പ്രൊമോയുടെ വീഡിയോ ആയിട്ടൊക്കെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ സമയം ഇന്ന് മുതൽ മാറിയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ഇന്ന് 6 മണിക്കാണ് എപ്പിസോഡ്, 6:30 പ്രൊമോ വരും. അപ്പൊ 6:30 കഴിയുമ്പോൾ നമ്മൾ പ്രൊമോയുടെ കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ ഇടുന്നതായിരിക്കും. അപ്പൊ കാത്തിരിക്കുക. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം. ടേക്ക് കെയർ. ബൈ ബൈ.